കേരളത്തിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കുറേ പേർ ആപ്ലിക്കേഷൻസ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 2-ാം തീയതിയാണ് അവസാന ഡേറ്റ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു പ്രോസ്പെക്ടസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു 103 പേജ് വരുന്ന പ്രോസ്പെക്ടസ് ആണ്. നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് കരുതുന്നു. അതിൽ ഫസ്റ്റ് പേജ് ടേബിൾ ഓഫ് കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ള ഡീറ്റെയിൽസ് 4th പേജിൽ കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സീറ്റ്സ്, ഓക്കെ, ഡ്യൂറേഷൻ ഓഫ് ദി കോഴ്സ് കൊടുത്തിട്ടുണ്ട്, റിസർവേഷൻ ക്ലെയിംസ്, ഹൗ ടു അപ്ലൈ. ആദ്യം നമുക്ക് ഏതൊക്കെ കോഴ്സുകളുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്കിവിടെ 19 കോഴ്സുകളാണ്. നഴ്സിംഗ്, പിന്നെ BSc MLT, പെർഫ്യൂഷൻ ടെക്നോളജി, ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, BASLP, cardiovascular technology, dialysis technology, occupational therapy, medical imaging technology, radiotherapy, neurotechnology, nuclear medicine, Bachelor of Science, medical biochemistry, prosthetics and orthotics, emergency medical technology, respiratory anesthesia and medical microbiology. എല്ലാം ഇത് കുഹാസിൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത്. കോഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടും സീറ്റ്സും കാണാൻ വേണ്ടി അനക്ഷർ 1 പോകാനാണ് പറയുന്നത്. അപ്പോൾ 19 കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ആ വർഷം കൂടി ഒന്ന് നോക്കാം. നഴ്സിംഗ് 4 വർഷം 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. MLT 4 വർഷമാണ്. പെർഫ്യൂഷൻ ടെക്നോളജി 3 വർഷം 1 ഇയർ ഇൻറ്റേൺഷിപ്പ്. കമ്പൽസറി ഇൻറ്റേൺഷിപ്പാണ് കേട്ടോ. നമുക്ക് തിയറിറ്റിക്കലായിട്ട് മാത്രം പഠിച്ചാൽ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണ്ടേ. ഒപ്റ്റോമെട്രിയിലും 3 ഇയർ 1 ഇയർ ഇൻറ്റേൺഷിപ്പ്. ഫിസിയോതെറാപ്പിയിൽ 6 മാസം ഇൻറ്റേൺഷിപ്പ് ഉള്ളൂ. കോഴ്സ് 4 വർഷമാണ്. BASLP 3 വർഷം 10 മാസം ഇൻറ്റേൺഷിപ്പ്. കാർഡിയോവാസ്കുലാർ 3 വർഷം. പിന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പി, മെഡിക്കൽ ബയോകെമിസ്ട്രി, പ്രോസ്തറ്റിക്സ്, മെഡിക്കൽ മൈക്രോബയോളജി, ഇതൊക്കെ 4 വർഷവും ബാക്കിയുള്ള കോഴ്സുകളൊക്കെ 3 വർഷമാണ്. ഇൻറ്റേൺഷിപ്പ് 6 മാസം അല്ലെങ്കിൽ 1 ഇയർ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഏതൊക്കെ കോളേജസ് ആണുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യാം. അനക്ഷർ, ഓക്കെ, അനക്ഷർ 1. ഫസ്റ്റ് വൺ BSc Nursing ഗവൺമെൻറ് കോളേജസ്. 14 കോളേജസ് ആണ് വരുന്നത്. ആൻഡ് മെറിറ്റ് സീറ്റ് ഓരോ കോളേജിലും 80 വെച്ചിട്ടാണ്. ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരത്തുള്ള കോളേജിൽ 190 സീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി 480 500 ഒരു 1000-ന് വരുമായിരിക്കും അല്ലേ ഈ ഒരു സീറ്റ്സുകൾ. ഇത് ഗവൺമെൻറ് കോളേജാണ്. മലബാർ ക്യാൻസർ സെൻറ്ററിലുള്ള കോളേജസിൽ നഴ്സിംഗിന് 34 മാറും 40 സീറ്റുകളാണുള്ളത്. കംപ്ലീറ്റ്ലി ഗവൺമെൻറ് കോളേജസ് എന്ന് പറയുന്നത് ഈ 14 എണ്ണമാണ്. പിന്നെ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജീൻ്റെ അണ്ടറിൽ 1 2 3 4 5 6 7 8 9 10 11 12 കോളേജ് വരുന്നുണ്ട്. അവിടെയും NRI കോട്ടയും മെറിറ്റുമുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. 51 മെറിറ്റിൽ വരുന്നത്. ബാക്കി NRI കോട്ടയാണ്. 9 സീറ്റ് വെച്ചിട്ടുണ്ട്. CPAസിൻ്റെ അണ്ടറിലും കുറച്ച് കോളേജസ് വരുന്നുണ്ട്. പക്ഷേ സീറ്റിൻ്റെ എണ്ണം കുറവാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലാണ് നമുക്ക്, നഴ്സിംഗ് കോളേജുകളിലാണ് നമുക്ക് സീറ്റ്സ് വരുന്നത്. 80 സീറ്റൊക്കെ വരുന്നത്. ബാക്കിയൊക്കെ ആകുമ്പോൾ നമ്പർ കുറഞ്ഞു വരുന്നുണ്ട്. പ്രൈവറ്റ് കോളേജസ് ഓരോ ഡിസ്ട്രിക്ട് വൈസും എത്ര സീറ്റ് ഉണ്ട് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ നേഴ്സിങ്ങിൻ്റെ ആണ്. അതുപോലെ ഓരോ കോഴ്സിൻ്റെതും സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അനസ്തേഷ്യ ടെക്നോളജി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്. അതെന്താ ഗവൺമെൻറ് കോളേജിലില്ലേ? കാർഡിയോവാസ്കുലർ ടെക്നോളജി ഒക്കെ വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ അവിടെയൊക്കെയാണുള്ളത്. 5, 4, 4, 5 അങ്ങനെയൊക്കെയാണ് സീറ്റ്സ് വരുന്നത്. KMCTയിലൊക്കെ ഒരു സീറ്റാണുള്ളത് കാർഡിയോവാസ്കുലർ ടെക്നോളജിക്ക്. ഡയാലിസിസ് ടെക്നോളജിക്ക് കുറച്ചുകൂടി കൂടുതലുണ്ട്. 11, 5, 11, 22, 16. എമർജൻസി ഗവൺമെൻറ് കോളേജിൽ കാണിക്കുന്നില്ല. 2 പ്രൈവറ്റ് കോളേജാണ് ഇവിടെ സീറ്റ് കാണിക്കുന്നത്. അതും 6, 7. ഓഡിയോളജി ഗവൺമെൻറ് കോളേജിലില്ലേ? പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10, 10, 10 സീറ്റ് വെച്ചിട്ടാണുള്ളത്. MLT ആകുമ്പോൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കുറവ് സീറ്റുകളാണ് നമുക്ക് കേരളത്തിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഫീസ് കുറച്ച് പഠിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് കഴിഞ്ഞ വർഷത്തെ നമുക്ക് ആ റാങ്കും കൂടി നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഇപ്പം MLT ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുണ്ട്. അതിൻ്റെ ലിസ്റ്റ് കുറച്ച് കൂടുതലുണ്ട്. ന്യൂക്ലിയർ മെഡിസിൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. 6 സീറ്റ്സേ ഉള്ളൂ. ന്യൂറോ ടെക്നോളജി പ്രൈവറ്റിലാണുള്ളത്. ഒപ്റ്റോമെട്രി കോഴിക്കോടും തിരുവനന്തപുരം 22 സീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്രൈവറ്റ് കോളേജസിലാണ്. ഒക്യുപ്പേഷണൽ തെറാപ്പി KMCTയിലേ ഉള്ളൂ. കോഴിക്കോട് 10 സീറ്റുകളാണ് ഉള്ളത്. പ്രോസ്തറ്റിക്സിന് 20 സീറ്റുകൾ സെൽഫ് ഫിനാൻസിങ്ങിലാണുള്ളത്. പെർഫ്യൂഷൻ ടെക്നോളജി ഉള്ളത് കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളാണ്. 4, 3, 4. നമ്മൾ ഈ ഹാർട്ട് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ലങ് മെഷീൻ ഒക്കെ അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് ഒക്കെ നടക്കുന്ന സ്ഥലത്താണ് ഈ ഒരു ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ഫിസിയോതെറാപ്പി കോട്ടയം മെഡിക്കൽ കോളേജ്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 15, 25 ഒക്കെ വെച്ച് സീറ്റുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ ഏതൊക്കെ കോളേജിൽ എത്രത്തോളം നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതെന്താണ്? സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ജനറൽ ഒപ്റ്റോമെട്രി, എക്സ് സർവീസ്മാൻ കോട്ടകളില്ലേ SC/ST അവർക്കൊക്കെ എത്രത്തോളം ഈ ഒരു കോട്ടകൾ വെച്ചിട്ട് എത്ര നമ്പർ ഓഫ് സീറ്റ്സ് കൊടുക്കുന്നുണ്ടെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നെക്സ്വറിൽ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് അവർക്കുള്ള ആ ഒരു റിസർവേഷൻ അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സിൻ്റെ എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. SLC സർട്ടിഫിക്കറ്റ് മതിയാവും. ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെ SLC സർട്ടിഫിക്കറ്റ് അതൊക്കെ മതി. പിന്നെ വേണ്ടത് നോൺ കേരളൈറ്റ്സിന്. ഓക്കെ, +1ഉം +2ഉം കേരളത്തിൽ പഠിച്ച നോൺ കേരളൈറ്റ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റാണ്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി നമ്മൾ വിചാരിക്കുന്നു. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇവിടെ ഉണ്ട്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റൊക്കെ ഇതിൽ അനക്ഷേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യാം. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സർട്ടിഫിക്കറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ്, +2 കഴിഞ്ഞ വർഷം പാസ്സായവരാണെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ
ഈ വർഷം പാസ്സായവർ നിങ്ങളുടെ മാർക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ കമ്മ്യൂണിറ്റി ബാക്ക്വേർഡ് കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് റിസർവേഷൻ ഉണ്ട്, ഫീ കൺസെഷൻ ഉണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ സീറ്റ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങളിപ്പോൾ LBS ത്രൂ അപ്ലൈ ചെയ്തു. അതിൽ നിങ്ങളുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു, അഡ്രസ്സൊക്കെ കൊടുത്തു, ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു, +2ൻ്റെ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു, ഫീസ് അടച്ചു, നിങ്ങൾക്കൊരു ലോഗിൻ ഐ ഡിയും പാസ്വേഡൊക്കെ കിട്ടി. അതിനുശേഷം ഇനി ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ റാങ്ക് ലിസ്റ്റിലാണോ വന്നിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഒരു അലോട്ട്മെൻറ്റ് വരിക. നിങ്ങൾക്ക് ഇന്ന കോഴ്സിന് ഇന്ന കോളേജിലേക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്ന് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, ആ ഒരു സംഭവം വരുന്നത് ഈ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്ന് പിന്നെ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് അതിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും.